Pro-Culina പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. 4 മണി പലഹാരം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഞാൻ ഇന്നത് ഉണ്ടാക്കാൻ തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും രാവിലെ ചില ദിവസങ്ങളിൽ ചെറുപയറെടുത്ത് കറി ഉണ്ടാക്കാനോ തോരൻ ഉണ്ടാക്കാനോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചെറുപയർ വെള്ളത്തിലിടും രാത്രിയിൽ അല്ലേ. അപ്പോൾ ഇന്ന് ആക്ച്വലി എൻ്റെ വീട്ടിലൊന്ന് ചെറുപയർ തോരനായിരുന്നു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് എടുത്ത് മാറ്റിയിട്ട് ഒരു ചെറിയ കപ്പ് പയറെടുത്ത് മാറ്റി വെച്ചു. അതെന്തിനാ ഫ്രിഡ്ജിലേക്ക് എടുത്ത് രാവിലെ കുതിർന്ന പയറെടുത്ത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് ഒരു 4 മണി പലഹാരമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും തോരൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെറുപയർ വെള്ളത്തിൽ ഇട്ടു കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും എളുപ്പം നമ്മുടെ പക്കാ നാടൻ പലഹാരങ്ങളിൽ ഒന്നായ സുഖിയൻ തന്നെ ഉണ്ടാക്കാമെന്ന് കരുതി. സുഖിയൻ നമ്മളെപ്പോഴും കുട്ടികൾക്ക് പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊടുക്കാറുണ്ട്. അത് പക്ഷേ ഒരുപാട് എളുപ്പത്തിൽ ഒരു വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ രാവിലെ എന്തെങ്കിലും ചെയ്യാനായിട്ട് ചെറുപയർ എടുക്കുമ്പോൾ അതിന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ കുട്ടികൾക്ക് ഒരു 4 മണി പലഹാരമാക്കി കൊടുക്കാം എന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം, ഞാൻ പറയാം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ഓവർനൈറ്റ് മുഴുവൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തി വെച്ചിരിക്കുന്ന ചെറുപയർ നമ്മൾ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അപ്പം വേവിച്ചിരിക്കുന്നതിനേക്കാളും നല്ല തലേദിവസം ഒരു ഓവർനൈറ്റ് മുഴുവൻ കുതിർത്തി ഇട്ടിട്ടുള്ള പയറാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്തിട്ടും അതുപോലെ ടേസ്റ്റും ഇത്തിരി കൂടുതൽ ഇങ്ങനെ ചെയ്യുന്നതിന് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഒരു ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വെച്ച ചെറുപയർ ഇത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ കൂടുതൽ വരേണ്ട, ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കണം. അടുത്ത പ്രോസസ്സ് അതാണ്. ആയതുകൊണ്ട് ഒരു വിസിലടിച്ചാൽ മതി, കൂടുതൽ വേണ്ട. കാരണം അത് നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിലടിക്കണം വരെ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സുഖിയൻ ഉണ്ടാക്കാൻ വേണ്ടി ഈ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ 4 കൂട്ടങ്ങളുടെ ആവശ്യമുള്ളൂ. 4 ഐറ്റംസ് കൊണ്ട് നമുക്ക് സുഖിയൻ ഉണ്ടാക്കാം. ഓൾറെഡി നമ്മൾ പയറില്ലാതെ സുഖിയൻ ഉണ്ടാക്കാൻ പറ്റില്ല. പയറാണ് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ശർക്കര, മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കര. ഇത് നമ്മൾ നന്നായിട്ട് ശർക്കര പുറത്തുനിന്ന് ഈ അഴുക്കില്ലാത്ത ശർക്കര മേടിച്ചതാണ് കേട്ടോ. അതാണ് അതങ്ങനെ ഇരിക്കുന്നത്. പിന്നെ മൈദപ്പൊടിയാണ് അടുത്തത്. പിന്നെ തേങ്ങ. ഈ 4 കൂട്ടം ഉണ്ടെച്ചാൽ നമുക്ക് സുഖിയൻ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന ചെറിയ നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉള്ള കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ കുറച്ച് 2-3 ഏലക്കാപ്പൊടി ചേർത്തു. ഫ്ലേവറിന് വേണ്ടി 1-2 ഏലക്കാപ്പൊടിയും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ പരിപാടി സുഖിയൻ്റെ പരിപാടി എല്ലാം തീർന്നു. അപ്പോൾ ഞാനിത് എങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിനകത്ത് നമ്മളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിൽ അരിപ്പൊടി നമുക്ക് അവൈലബിൾ ആണ്. പുട്ടിൻ്റെ പൊടിയൊക്കെ നമ്മളെപ്പോഴും മേടിച്ച് വയ്ക്കുന്ന ആൾക്കാരല്ലേ. അപ്പോൾ അങ്ങനെ അരിപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഈ മൈദയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്രിപ്സിനെസ് കിട്ടും. നമ്മൾ ഇത് കഴിക്കുമ്പോൾ കുറച്ച് ക്രിപ്സിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പൊടി ഇതിനകത്ത് ചേർക്കുന്നത്. അരിപ്പൊടി മൈദയും കൂടെ കൂടി നന്നായിട്ടൊരു ബാറ്ററായിട്ട് എന്തിൻ്റെ ബാറ്ററിന് ഇഡ്ഡലിയുടെ ബാറ്ററിൻ്റെ പോലെ ഒരു ബാറ്ററാക്കി എടുക്കുന്നു. അതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടികൾ ചേർത്തതിന് ശേഷമാണ് ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ 3 ചേരുവയുടെ ജസ്റ്റ് ഒന്ന് ചൂടത്ത് ഈ പാവ് കാച്ചി എടുത്തതിന് ശേഷം ഈ പയറും തേങ്ങയും കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഇത്രയും പരിപാടികളുണ്ട് പെട്ടെന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരം. ആദ്യം നമ്മൾ സുഖിയൻ ഉണ്ടാക്കാനുള്ള സുഖിയൻ്റെ ഉള്ളിൽ വെക്കാനുള്ള കൂട്ടുണ്ടാക്കുവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചു. അതിന് ശേഷം നമ്മൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ചേർക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം മാത്രമേ ഉപയോഗിക്കുള്ളൂ. കാരണം നമുക്കിത് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വെള്ളം, 1 ഗ്ലാസ് വെള്ളമൊന്നും എടുക്കരുത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം അത്രയും മതി. നമ്മൾ അത്രയും വെള്ളം എടുത്തതിന് ശേഷം ഏകദേശം 1/4 ഗ്ലാസ്സാണ്, അധികം താമസമൊന്നുമില്ല. അപ്പോൾ തന്നെ നമ്മൾ ശർക്കര ഇട്ടു. ഒരുപാട് ശർക്കര വേണ്ട കേട്ടോ, പാകത്തിന്. നമുക്ക് ഒരുപാട് മധുരം ഇതിന് ആവശ്യമില്ല. ഭയങ്കര മധുരം ആയാലും കൊള്ളില്ല, എന്നാലും ഒരു മീഡിയം ലെവലിൽ വേണം മധുരം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ടൊരു പാനി ആകുന്നൊരു ലായനി ആക്കുന്നോടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഞാൻ പറഞ്ഞല്ലോ നല്ല ശർക്കര പുറത്തുനിന്ന് നല്ല ശർക്കര നോക്കി മേടിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അരിക്കേണ്ട ഇതിനകത്ത് കല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിടക്കുന്നുണ്ടാവില്ല. അത്രയും നന്നായിട്ടുള്ള മേടിച്ചതായിരുന്നു. നമ്മൾ ശർക്കര പാനിയാക്കിയതിന് ശേഷം ഒരുമാതിരി കുറുകി വന്നു കഴിയുമ്പോൾ നമ്മളിനി ചേർക്കുന്നതാണ് വേവിച്ച് വച്ചിരിക്കുന്ന ചെറുപയർ. ഞാൻ പറഞ്ഞല്ലോ അധികം വേവാത്ത എന്നാൽ വെന്തിട്ട് ഉടയാത്ത, ഒരുപാട് കുത്തി ഉടയ്ക്കാത്ത പയറായിരിക്കണം. കാരണം നമുക്കിനി അത് ഉരുട്ടിയെടുക്കുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അധികം കുഴഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിചാരിച്ച പോലെ നമ്മളുടെ സൂക്ഷ്യനാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പയർ ഒന്നിൽ തൊടാതെയുള്ള രീതിയിലാണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുതിർത്തിയ പയറാണെങ്കിൽ ഒരു വിസിലടിച്ചാൽ മതി, അത് തന്നെ ധാരാളം. പിന്നെ തേങ്ങ അതിൻ്റെ മേളിൽ 1-2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്താണ്. 1 കപ്പ് തേങ്ങ 1-2 ഏലക്ക അതുകൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് ഇതിനകത്തേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ശർക്കര പാനി ഇല്ലാത്ത രീതിയിൽ, ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിംഗ് ആണ് നമ്മളിനി ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. ബാറ്റർ ഞാൻ പറഞ്ഞു, അതിനകത്ത് മൈദപ്പൊടിയും 1 സ്പൂൺ കയ്യിലുണ്ടെങ്കിൽ അരിപ്പൊടി ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു തരി മഞ്ഞൾപ്പൊടി ഇങ്ങനെ മിക്സ് ചെയ്ത ബാറ്ററിൽ ഇഡ്ഡലി മാവിൻ്റെ തരത്തിൽ നന്നായിട്ട് മുക്കിയെടുത്ത് അതിനകത്ത് മുക്കി പൊരിക്കുക എന്നുള്ള പരിപാടിയാണ് പിന്നെ ഉള്ളത്. അത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു മിക്സിങ് മാത്രമേ ഉള്ളൂ അതിനകത്തൊരു ശകലം ജോലി എന്ന് പറയാനായിട്ട്. അല്ലാതെ ഇതിനകത്ത് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒരു പണിയും വലിയ കാര്യമായിട്ടുള്ള പണികളില്ല. ഇത്രയും മിക്സ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറും നമ്മളുടെ ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന ലെവലിലുള്ള ഒരു സുഖിയൻ നമ്മളുടെ വീട്ടിൽ നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ഈസി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിച്ച് കൊടുക്കുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം നിങ്ങൾ ഓരോരുത്തരോടും പറയാറുണ്ട്. കാരണം അതൊക്കെ അത്ര സേഫായിട്ടുള്ള കാര്യങ്ങളല്ല. കറുത്ത എണ്ണയിൽ പിന്നെയും വറുക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ആയിരിക്കാം. കാരണം അവർക്ക് ലാഭം എന്നുള്ളത് നമ്മളുടെ ഹെൽത്തിനെ കുറിച്ചൊന്നും അവർ അത്ര വലിയ കോൺഷ്യസ് ആവേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വറ്റി ആവണോളം വരെ ഇതിവിടെ കിടക്കട്ടെ. ഒരു 2-3 മിനിറ്റ് കൂടെ കിടക്കേണ്ടി വരും. എന്നിട്ട് ശർക്കരയുടെ ആ വെള്ളം എല്ലാം പോയി നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി കിട്ടാറ്. ഫ്രൈ അല്ലെന്നല്ല, നടുപ്പോലെ ഒന്ന് കുഴഞ്ഞ് പരുവത്തിൽ കിട്ടണമെങ്കിൽ ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞങ്ങൾ ബാറ്റർ ഉണ്ടാക്കാം. മൈദ പൊടി ചേർത്തിട്ടുള്ള ബാറ്റർ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മൈദ ഒരു 3-4 ടീസ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തു. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തു. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. അതോട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ റെഡിയായി. അതിനകത്തേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു ദോശമാവിൻ്റെ പരുവത്തിലായിരിക്കണം. കാരണം നമ്മൾ ഈ പയർ നമ്മൾ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ചെറിയ ഉരുളകളാക്കി ഇതിനകത്താണ് ഈ ബാറ്ററിൽ മുക്കിയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ പയർ മുങ്ങിക്കിടക്കാനായിട്ട് അല്ലെങ്കിൽ മുക്കുമ്പോൾ കോട്ടിങ് റെഡി ആവാൻ പാകത്തിനായിരിക്കണം നമ്മളുടെ റെഡിയാക്കണം. നന്നായിട്ടത് ഒട്ടും തരിയില്ലാതെ ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മൾ ഇവിടെ പയർ നന്നായിട്ട് ഇതിനകത്ത് എന്താ പറയുക വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാത്തൊരു കാര്യം ഞാനിപ്പോൾ പറയുകയാണ്. കാരണം നമുക്കിതിന് ഭയങ്കര കുട്ടികൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഹെൽത്തി ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് ചെറുപയറൊക്കെ ഹെൽത്തിയാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനകത്തൊന്നും അവർ ആഡ് ചെയ്യില്ല. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നത് ചെയ്യാൻ പറ്റുന്നവരാണ്. നല്ല നെയ്യ് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. കാരണം അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ആകുമ്പോൾ ഈ സുഖിയന് ഭയങ്കര രുചിയായിരിക്കും. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മുടെ മക്കൾക്കാവുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളുടെ അതിൻ്റെ ഒരു മണം എൻ്റയർലി ഡിഫറെൻ്റ് ആയി കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സമയം നമുക്കതിന് കൊടുക്കാം. നമ്മളങ്ങനെ കണ്ടോ, നമ്മൾ പയർ തണുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി
ചെറിയത് എൻ്റെ ചെറിയ സുഖേനാണ്. നമുക്ക് മുക്കാനും പൊരിക്കാനൊക്കെ എളുപ്പം അത് തന്നെ. നമുക്ക് ആരെയും ബോധിപ്പിക്കാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉരുളകളാക്കിയത് ഇത്രേ ഉള്ളൂ ബോൾസ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ കോട്ടിങ് കൂടെ വരും, അപ്പോൾ ഒരുപാട് വലുതാവില്ലേ. അപ്പോൾ ഇത്രയാക്കി ഞാനെടുത്ത് മാറ്റി വയ്ക്കുകയാണ് പ്ലേറ്റിലേക്ക്. കണ്ടോ, ഇത്രയും ചെറിയ ഉരുളകളാക്കി മാറ്റി ഉരുട്ടി എടുത്ത് വെച്ചു. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ എണ്ണ ചൂടാക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇവിടെ ഉണ്ട്. നമ്മൾ മൈദയും അരിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്ത് വെച്ച ബാറ്റർ അത് ഇരിക്കുന്നു. ബാറ്ററും റെഡിയാണ്. ഇത് രണ്ടും കൂടി ഇനി എണ്ണ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ ഉരുളകൾ ഈ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സുഖിയൻ റെഡിയാകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ശരിക്കും ചൂടായ എണ്ണയിലേക്ക് അത് ശരിക്കും മുക്കി എടുത്ത ബൗള് ഇടുന്നു. മുക്കി പൊടിക്കാനാവുമ്പോൾ നമുക്ക് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടുമൂന്നെണ്ണം ചേർത്ത് മിക്സ് ചെയ്തിട്ടുള്ളത്. ബാറ്ററിന് കുറച്ച് തിക്നെസ് വേണം, കാരണം നമ്മുടെ ആ ബാറ്റർ ആ പയറേത് ഒട്ടി പിടിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അത്രയും രീതിയിലുള്ള കട്ടി ഉണ്ടായിരിക്കണം ബാറ്ററിന്. ഒരുപാട് ലൂസായി പോകരുത്. ലൂസായി പോകുമ്പോൾ നമ്മൾ ഇതിനകത്ത് പയറിൽ പിടിച്ചിരിക്കില്ല. പിടിച്ചിരുന്നാലാണ് നമ്മൾ ആ കോട്ടിങ് ശരിയാവുന്നത്. ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിടുന്നു. കാരണം ഒരു സൈഡ് വെന്താൽ പോരല്ലോ, രണ്ട് സൈഡും വേവണ്ടേ. അത് കാരണം അപ്പുറത്തെ സൈഡും അതുകൂടെ തന്നെ നമ്മൾ അത് ഓൾറെഡി അതിനകത്ത് പയർ നല്ല വെന്തതായതുകൊണ്ട് ആ പുറത്തെ കോട്ടിങ് മാത്രം ഒന്ന് ഫ്രൈ ആയാൽ മതി. അല്ലാതെ അകത്തേക്ക് വേവണ പരിപാടിയൊന്നും ഇല്ലല്ലോ. കാരണം ഓൾറെഡി നമ്മൾ പയർ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന അതിനകത്ത് ശർക്കരയും പാനി കാച്ചി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അകത്തെ വേവുക എന്നുള്ള സംഭവമൊന്നുമില്ല. പുറത്തെ ആ കവറൊന്ന് ഫ്രൈ ആയി വരിക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ കേട്ടോ. അധികം കളർ ചേഞ്ച് ആവുന്നതിന് മുമ്പ് എടുത്ത് മാറ്റുകയും വേണം. ദേ ഇത്രയും മതി. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് എല്ലാം ഒരുമാതിരി റെഡിഷ് കളറാവുന്നു. അത് ചുവന്ന കളറാക്കാൻ നിൽക്കണ്ട, അതിന് മുമ്പ് പതുക്കെയായിട്ട് എടുത്തേക്കുക. ഓരോന്നോരോന്നായിട്ട് കറക്കി മാറ്റുക. ചൂടോടെയുള്ള സമയം എന്താണ് സുഖിയൻ റെഡിയായി. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ.